കെഎസ്ആർടിസി സിറ്റി സർക്കുലർ ബസ്സുകളിലെ ചാർജ് വർദ്ധിപ്പിക്കാൻ തീരുമാനം. സിറ്റി സർക്കുലർ ബസ്സുകൾ ലാഭകരമല്ലെന്ന് ഗതാഗത മന്ത്രിയുടെ വിലയിരുത്തൽ. നിലവിൽ ഇലക്ട്രിക് ബസ്സുകൾ നിർത്തലാക്കേണ്ടി വരുമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. നിലവിൽ 110ഓളം ഇലക്ട്രിക് ബസ്സുകളാണ് തിരുവനന്തപുരം സിറ്റിയിൽ സർവീസ് നടത്തുന്നത്. ഓരോ സർക്കിളും നടത്തുന്ന സർവീസുകൾക്ക് 10 രൂപയാണ് ചാർജ്. നിലവിലെ ഈ ചാർജിൽ നിന്നും വർധന ഉണ്ടാകുമെന്നാണ് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത്. തിരുവനന്തപുരം സിറ്റിക്കകത്ത് തന്നെ വെറുതെ വണ്ടികൾ ഓടുകയാണ്. അത് ഒരു കണക്ക് എൻ്റെ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് നടത്താൻ തീരുമാനിച്ചു. ഈച്ച് ആൻഡ് എവറി ബസ് കോസ്റ്റ് അക്കൗണ്ടിങ് നടത്താൻ പോകും. കൂടാതെ KSRTCയിൽ സമഗ്രമായ മാറ്റം കൊണ്ടുവരും. KSRTCയിലെ എല്ലാ സേവനങ്ങളും ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവരാനായി സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനും തീരുമാനമായിട്ടുണ്ട്. പിന്നെ ഒരു വലിയൊരു സോഫ്റ്റ്വെയറിലേക്ക് അവരുടെ എല്ലാ സംശയങ്ങളും തീരത്തക്ക രീതിയിൽ സ്റ്റോക്കിന്റെ അവൈലബിലിറ്റി, ക്യാഷിന്റെ ഫ്ലോ, അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റ് ഞങ്ങളൊരു സോഫ്റ്റ്വെയർ നിർമ്മിച്ച് അതിലേക്ക് മാറ്റാൻ തീരുമാനമെടുത്തു. പുതിയ ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങില്ല. മുഖ്യമന്ത്രി കൊട്ടിയാഘോഷിച്ചാണ് ഇലക്ട്രിക് ബസ്സുകളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ഇലക്ട്രിക് ബസ് എന്ന ആശയം KSRTCയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നഷ്ടകരമാണെന്നാണ് മന്ത്രിയുടെ വിലയിരുത്തൽ. കൂടാതെ ആംബുലൻസുകൾക്ക് താരിഫ് ഏർപ്പെടുത്തുന്ന കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട്. ഇതേപ്പറ്റി പഠിക്കാൻ 5 അംഗ വിദഗ്ധ സമിതിയെയും നിയോഗിച്ചു. ജനം, തിരുവനന്തപുരം.